ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് ശിവന്യ. ഞാനിന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ആത്മീയ പ്രഭാഷണമാണ്. എനിക്കിവിടെ പറയാൻ അവസരം നൽകിയ കമ്മിറ്റി അംഗങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും ദേവിയാണ് ശ്രീ ദുർഗ. ദുർഗ എന്നാൽ ദുർഗതിയെ ഇല്ലാതാക്കുന്നവൾ എന്നാണ് അർത്ഥം. ശൈവ വിശ്വാസമനുസരിച്ച് ശ്രീ പരമശിവ പത്നിയായ പാർവതി ദേവിയുടെ പൂർണ്ണ രൂപമാണ് ശ്രീ ദുർഗ. ദുർഗാദേവി വിഷ്ണുവായ ശക്തി, ആദിപരാശക്തി, ഭവാനി, പാർവതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 16 കൈകളുള്ളതും സിംഹത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നതും ശക്തിയുടെ പ്രതീകവുമായിട്ടാണ് ശ്രീ ദുർഗയെ കണക്കാക്കുന്നത്. സകല ദേവതകളും ദുർഗയിൽ കുടികൊള്ളുന്നു എന്നാണ് ഹൈന്ദവ സങ്കല്പം. ശ്രീ മഹാകാളി, ശ്രീ മഹാലക്ഷ്മി, ശ്രീ മഹാസരസ്വതി എന്നീ 3 പ്രധാന ഭാവങ്ങൾ ദേവിക്കുണ്ട്. കർമ്മം ചെയ്യാനുള്ള പ്രചോദനമായ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകവുമായാണ് ശ്രീ ഭഗവതിയുടെ 3 രൂപങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദുർഗാസുരനെ വധിക്കുവാൻ വേണ്ടി അവതാരമെടുത്തതെന്ന് വിശ്വാസം. ശ്രീ മഹിഷാസുരമർദ്ദിനിയായും ആരാധിക്കപ്പെടുന്നു. നമുക്ക് ഇതിനു പിന്നിലെ ഐതിഹ്യത്തെ കുറിച്ചറിയാം. ആദ്യം ദുർഗാസുരനെ വധിക്കുവാൻ വേണ്ടി അവതാരമെടുത്തതിന് പിന്നിലുള്ള ഐതിഹ്യത്തെ കുറിച്ചറിയാം. പണ്ട് ദുർഗമൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. അവൻ ചിന്തിച്ചു, ദേവന്മാരുടെ ആശ്രയം വേദമാണ്. വേദങ്ങൾക്ക് നാശമുണ്ടായാൽ യജ്ഞങ്ങൾക്കും ധർമ്മങ്ങൾക്കും നാശമുണ്ടാകും. അതോടെ ദേവന്മാർ മുടിയും. ഈ ചിന്തയോടെ ദുർഗവൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി ഒരു വരം ചോദിച്ചു. മടിയോടുകൂടിയാണെങ്കിലും ബ്രഹ്മാവ് ദുർഗവന് ഇഷ്ടവരം നൽകി. അസുരൻ വേദങ്ങൾ ഏറ്റുവാങ്ങിയതോടെ മഹർഷിമാർ മന്ത്രം മറന്നു. ജപം, സ്നാനം, തപം, തർപ്പണം, ഹോമം എന്നിവയെല്ലാം ഇല്ലാതായി. അധർമ്മം നടമാടിയതോടെ ദേവന്മാർ ദുർബലരും അസുരന്മാർ മഹാബലവാന്മാരുമായി മാറി. ലോകത്തെങ്ങും അരാജകത്വവും ക്ഷാമവും പിടികൂടി. 100 വർഷം മഴയില്ലാതിരുന്നു. ഭൂമി കരിഞ്ഞുണങ്ങി. മനുഷ്യരും പക്ഷിമൃഗാദികളും മരിച്ചു വീണു. ലോകം ഇത്തരത്തിലായപ്പോൾ ദേവന്മാർ ഹിമാലയ സാനുകളിലെത്തി ശ്രീ ആദിപരാശക്തിയെ സ്തുതിച്ചു. ഒടുവിൽ ദേവി നീല നിറത്തിലുള്ള മനോഹരമായ കണ്ണുകളോടും തൃക്കൈയിൽ വില്ലും ശരങ്ങളും ധരിച്ചുകൊണ്ട് ദേവന്മാർക്ക് മുൻപിൽ പ്രത്യക്ഷയായി. തുടർന്ന് ദേവിയുടെ മനോഹരമായ കണ്ണുകളിൽ നിന്നും അമൃതമയമായ ജലം വർഷിച്ചു തുടങ്ങി. ദേവി വർഷിച്ച ജലത്താൽ ഭൂമിയിൽ സസ്യങ്ങൾ കിളിർക്കുകയും ലോകത്തിലെ ചരാചരങ്ങൾ
സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ദുർഗമൻ അവിടെ എത്തി ദേവിയുമായി യുദ്ധം ആരംഭിച്ചു. ഘോര യുദ്ധത്തിനൊടുവിൽ ദേവി ദുർഗമനെ നിഗ്രഹിക്കുകയും വേദങ്ങൾ വീണ്ടെടുത്ത് ദേവന്മാർക്കും മുനിമാർക്കും തിരികെ നൽകി. ദുർഗമന മത്സരത്തിനായി ദേവിക്ക് ശ്രീ ദുർഗ എന്ന പേരുണ്ടായി. ഇനി ശ്രീ ദുർഗ മഹിഷാസുര മർദ്ദിനിയായി ആരാധിക്കപ്പെടുന്നതിന് പിന്നിലുള്ള ഐതിഹ്യത്തെ കുറിച്ചറിയാം. ഒരിക്കൽ മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി ഒരു വരം ചോദിച്ചു. തന്നെ കൊല്ലുവാൻ ഒരു പുരുഷനോ ദൈവത്തിനോ കഴിയരുത്. ഒരു സ്ത്രീക്ക് മാത്രമേ അത് സാധിക്കാവൂ എന്നതായിരുന്നു ആ വരം. ഈ വരം ലഭിച്ച അഹങ്കാരത്തിൽ മഹിഷാസുരൻ സ്വർഗത്തിൽ ആക്രമണം നടത്തി. നിരാശരായ ദേവന്മാർ ത്രിമൂർത്തികളെ സമീപിച്ചു. ശിവനും വിഷ്ണുവും ബ്രഹ്മാവും അവരുടെ ദിവ്യശക്തികൾ ഉപയോഗിച്ച് 1000 സൂര്യന്മാരെ പോലെ തിളങ്ങുന്ന ശ്രീ ദുർഗയെ സൃഷ്ടിച്ചു. ദേവന്മാർ അവരുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങളും അനുഗ്രഹങ്ങളും ശ്രീ ദുർഗയ്ക്ക് സമ്മാനിച്ചു. മഹിഷാസുരനുമായി നേരിടാൻ ദുർഗ തന്റെ സിംഹത്തിൽ യാത്രയായി. തുടർന്ന് മഹിഷാസുരനുമായി ഏറ്റുമുട്ടി. ദുർഗയെ കബളിപ്പിക്കാനും കീഴടക്കാനും മഹിഷാസുരൻ പല രൂപങ്ങളും എടുത്തു. എന്നാൽ ദുർഗ യുദ്ധം തുടർന്നു. 10ാം ദിവസം ദുർഗ മഹിഷാസുരനെ വധിച്ചു. ദുർഗയുടെ ഈ വിജയമാണ് നവരാത്രിയായി നാം ആഘോഷിക്കുന്നത്. നവരാത്രി കാലത്ത് 9 ഭാവങ്ങൾ ശ്രീ ആദിശക്തിയെ ആരാധിക്കാറുണ്ട്. ഇതാണ് ശ്രീ നവദുർഗ. ഇനി സിംഹം ശ്രീ ദുർഗാദേവിയുടെ വാഹനമായി മാറിയതിന് പിന്നിലുള്ള ഐതിഹ്യത്തെ കുറിച്ചറിയാം. പണ്ടൊരിക്കൽ ശക്തിയുടെ മാതാവായ പാർവതി ദേവി ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ആ സമയം കാട്ടിൽ നിന്നും വിശന്നു വളഞ്ഞ ഒരു സിംഹം അവിടെ എത്തി. യാദർശികമായി ദേവിയെ കാണുകയും തനിക്ക് നല്ലൊരു ഇരയാണെന്ന് കരുതി ദേവിയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ദേവിയുടെ തപസ് അത്രയ്ക്കും അച്ഛലവും ശക്തിയുള്ളതുമായതിനാൽ സിംഹത്തിന് ദേവിയുടെ അടുത്തെത്താനോ ആക്രമിക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കാലക്രമേണ ദേവിയുടെ തീവ്രമായ ഭക്തിയും തപസ്സിന്റെ ദിവ്യപ്രകാശവും കണ്ട് സിംഹത്തിന് മാറ്റം വന്നു. വിശപ്പും ദാഹവുമെല്ലാം വളർന്ന് ആ സിംഹം ദേവിയുടെ ഒരു വിശ്വസ്ത കാവൽക്കാരനെ പോലെ അവിടെ കാത്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ദേവിയുടെ തപസ് പൂർത്തിയാക്കി ദേവി കണ്ണുകൾ തുറന്നു. തനിക്ക് മുൻപിൽ വിഷം നടന്ന ഭക്തിയോടുകൂടി കാവൽ നിൽക്കുന്ന സിംഹത്തെ ദേവി കണ്ടു. സിംഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടയായ ദേവി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ നിന്റെ മൃഗീയ സ്വഭാവവും വിശപ്പും ദാഹവും എല്ലാം മറന്നു ഭക്തിയോടുകൂടി കാവൽ നിന്ന നീ ഇന്നു മുതൽ എന്റെ വാഹനമായിരിക്കും. എന്റെ എല്ലാ യാത്രകളിലും പോരാട്ടങ്ങളിലും നീ എന്നെ വഹിക്കും. അന്നു മുതൽ സിംഹം ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി ശ്രീ ദുർഗയുടെ വാഹനമായി മാറി. ശ്രീ ദുർഗയുടെ മറ്റൊരു രൂപമാണ് ശ്രീ ഭദ്രകാളി. ദേവി മഹാത്മ്യത്തിൽ ശ്രീ ദുർഗയുടെ രൗദ്ര രൂപമായി ശ്രീ ഭദ്രകാളി അവതരിപ്പിച്ചിരിക്കുന്നു. കാളിയെ കോപമൂർത്തിയായിട്ടാണ് നാം
കരുതിപ്പോരുന്നത്. സമയേഷു തുക, കോപേഷു കാളി തുടങ്ങിയ വിശ്വാസങ്ങൾ ഇതിനു കാരണമായേക്കാം. എന്നാൽ തടസ്സങ്ങൾ മാറ്റി മംഗളവും സൗഖ്യവും അരുളുന്ന മംഗളരൂപിണിയാണ് ശ്രീ ഭദ്രകാളി. ദാരികാവനത്തിനായി ശിവന്റെ മൂന്നാം തൃക്കള്ളിൽ നിന്നും ജനിച്ചവളാണെന്നും ദക്ഷന്റെ യാഗ സതീദേവി ദേഹത്യാഗം ചെയ്തതിൽ കോപിഷ്ഠനായ പരമശിവൻ ദക്ഷനോട് പ്രതികാരം ചെയ്യാൻ തന്റെ ജട നിലത്തടിച്ച് സൃഷ്ടിച്ചതാണെന്നുമുള്ള രണ്ട് കഥകളാണുള്ളത്. കാളിക്ക് 10 രൂപങ്ങളുണ്ട്. ദശവിദ്യ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധുമാവതി, ബഗാമുഖി, മാതങ്കി, കമല എന്നിവയാണ് ഈ 10 രൂപങ്ങൾ. 4, 8, 16 എന്നിങ്ങനെ 64 കൈകളുള്ള കാളി സങ്കല്പങ്ങൾ വരെയുണ്ട്. ഭദ്രകാളി, കരിങ്കാളി, സൗഖ്യകാളി, മഹാകാളി, രാത്രികാളി, ബാലഭദ്ര എന്നിങ്ങനെ നിരവധി സങ്കല്പങ്ങൾ കാണിക്കുന്നു. ലക്ഷ്മിയും പാർവതിയും വിദ്യാസ്വരൂപിണിയുമായ സരസ്വതിയും സപ്തമാതാക്കൾ സകല ദേവതകളും ഭദ്രകാളിയുടെ സ്വരൂപങ്ങൾ തന്നെയാണ്. കാളിമകൾ കാളി എന്നാണ് കാളി നാമത്തിന്റെ അർത്ഥം. കാളിയമ്മയുടെ നിറം കടും നീലയും കറുപ്പുമാണ്. ഈ രണ്ട് നിറം നിഗൂഢത, അനടത എന്നിവയെ സൂചിപ്പിക്കുന്നു. കടലും നീലാകാശവും ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് കാളിയമ്മയും അനഘതയുടെ പ്രതീകം തന്നെയാണ്. അങ്ങനെ ദേവി ഐതിഹ്യങ്ങൾ തുടരുന്നു. ഇനി നമുക്ക് കുറച്ച് ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ചറിയാം. നമ്മൾ ഒരു മഹാക്ഷേത്രത്തിൽ പോയാൽ ആദ്യം നമസ്കരിക്കേണ്ടത് ഗോപുരത്തെയാണ്. ഏകദേശം കാല് നീട്ടിയിരിക്കുന്ന ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ പാദമായിട്ടാണ് നാം ഗോപുരത്തെ കാണേണ്ടത്. പാദം നമസ്കരിച്ച് അകത്തേക്ക് പ്രവേശിച്ചാൽ ഭഗവാന്റെ കാലിലൂടെയാണ് നാം നടക്കുന്നത്. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അടുത്തതായി നാം കാണുന്നത് ഭഗവാന്റെ നട്ടെല്ലാണ്. അതാണ് കൊടിമരം. ആ കൊടിമരത്തിന് മുകളിൽ അവിടുത്തെ ആരാധനാമൂർത്തിയുടെ വാഹനത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും. ഭദ്രകാളിയാണെങ്കിൽ വേടാളമായിരിക്കും വാഹനം. ദുർഗയാണെങ്കിൽ സിംഹമായിരിക്കും വാഹനം. ശിവനാണെങ്കിൽ നന്ദിയായിരിക്കും വാഹനം. അയ്യപ്പനാണെങ്കിൽ അശ്വമായിരിക്കും വാഹനം. സുബ്രഹ്മണ്യനാണെങ്കിൽ മയിലായിരിക്കും വാഹനം. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രദക്ഷിണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം. പൂർണ്ണ ഗർഭം ധരിച്ച ഒരു സ്ത്രീ തലയിൽ നിറഞ്ഞു തുളുമ്പുന്ന എണ്ണക്കുടവും വെച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് എണ്ണക്കുടത്തിൽ പിടിച്ച് മറുകൈ ഇളിയിൽ കുത്തി എത്ര പതുക്കെയാണോ നടക്കുന്നത് അത്ര പതുക്കെ ആയിരിക്കണം നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത്. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം ഗണപതിയെ വണങ്ങണം. ഇല്ലെങ്കിൽ നമുക്ക് കാര്യ തടസ്സങ്ങൾ ഉണ്ടാകും. നവഗ്രഹങ്ങളെ അവസാനം മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും ഭഗവാനെ നേരെ നിന്ന് ദർശിക്കരുത്. ഇടത്തോ വലത്തോ നീങ്ങി നിന്ന് ഏതാണ്ട് 30 ഡിഗ്രി ചരികി നിന്ന് വേണം തൊഴാൻ. കാരണം ബിംബത്തിൽ പിടികൊള്ളുന്ന ദൈവിക ചൈതന്യം
ക്ഷേത്രത്തിലേക്ക് സർപ്പാകൃതിയിലാണ് എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ പുരുഷന്മാർ മാറി മാറ്റാതെയും സ്ത്രീകൾ മുഖവും ശിരസും മാറ്റാതെയുമാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറയുന്നതിന് കാരണം സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ലക്ഷ്മി ദേവിയുടെ സഹോദരിയായ ജ്യേഷ്ഠദേവി അഥവാ മൂദേവി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ലക്ഷ്മി ദേവി ധനത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയാണ്. എന്നാൽ ജ്യേഷ്ഠദേവി ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും നിർഭാഗ്യത്തിന്റെയും ദേവിയാണ്. അത്തരത്തിലുള്ള ദേവതയാണ് മുടി ആഴ്ചയിലൂടെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഭാഗവതത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമുക്ക് നിർമ്മാല്യ ദർശനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചറിയാം. തലേ ദിവസം പൂജാരി ദേവനെയോ ദേവിയെയോ ചൈതന്യവത്താക്കി വെച്ചതിനു ശേഷം അസ്ത്രമന്ത്രങ്ങൾ കൊണ്ട് ബന്ധിച്ച നടയടച്ച് പൂജാരി പോകും. പിറ്റേ ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ വന്ന് ആ നട ദീപാലങ്കാരമായി തുറക്കുമ്പോൾ അതിനുള്ളിൽ തങ്ങി നിന്ന ദൈവിക ചൈതന്യം പുറത്തേക്ക് പോകാൻ വെമ്പൽ കൊണ്ടു നിൽക്കും. ആ ചൈതന്യം നിർമ്മാല്യം ദർശിക്കുന്ന ഭക്തരിലേക്ക് പ്രവഹിക്കും. അതാണ് നിർമ്മാല്യ ദർശനത്തിന്റെ പ്രാധാന്യം. അതുപോലെ തന്നെ വൈകുന്നേരമുള്ള ദീപാരാധന അതൊരു പൂജയല്ല, ത്രിസന്ധ്യയെ വരവേൽക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷമുള്ള അത്താഴ പൂജയ്ക്കാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇപ്പോഴും ചിലരെങ്കിലും ചെയ്യുന്ന ഒരു തെറ്റാണ് ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം തൂണിലോ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോകുന്നത്. എന്നാൽ അതൊരിക്കലും ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന വരത്തെയും സൗഭാഗ്യത്തെയും നമ്മൾ അവിടെ ഉപേക്ഷിച്ച് പോകുന്നത് പോലെയാണ്. അതുപോലെ തന്നെ മറ്റാരെങ്കിലും തൂണിൽ വെച്ച പ്രസാദം നാം എടുത്ത് നമ്മുടെ തെറ്റിയെ ധരിച്ചാൽ അവരുടെ ജീവിത ദുഃഖങ്ങൾ നമുക്ക് വന്നു ചേരും. പിന്നെ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷേത്ര നോട്ടീസുകൾ കാണുന്ന അന്നദാനം എന്ന പദം. സത്യത്തിൽ നാം ദാനം നൽകേണ്ടത് ആർക്കാണ്? ഇല്ലാത്തത് നൽകുന്നതാണ് ദാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്ന് അന്നദാനം കഴിക്കുന്നത് ആരാണ്? സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുമുള്ളവരും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരുമാണ്. അപ്പോൾ അത് അന്നദാനമാണോ? അല്ല, അതെന്ന പ്രസാദമാണ്. ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് വിളമ്പുന്ന ഏതൊരു ഭക്ഷണവും പ്രസാദമാണ്. പ്രസാദമായാൽ പാമരനും പണക്കാരനും കഴിക്കാം. പിന്നെ ഒരിക്കലെങ്കിലും ഹിന്ദു നേരിടുന്ന ഒരു ചോദ്യമാണ്, ഹിന്ദുക്കൾക്ക് എന്തിനാണ് 33 ദേവതകൾ? ഒരു ഈശ്വരൻ പോലെ, ഒരു ദേവത പോലെ എന്ന ചോദ്യത്തിന് ഹിന്ദു ഉത്തരം പറഞ്ഞിരിക്കാം. നമുക്ക് 33 ദേവതകൾ ഉള്ളത് നമ്മുടെ ഭക്തിക്കനുസരിച്ച്, നമ്മുടെ അഭിരുചിക്കനുസരിച്ച്, നമ്മുടെ മനോനിലവാരത്തിനനുസരിച്ച്, നമ്മുടെ ദശാകാലത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ്. മനുഷ്യ ശരീരത്തെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ പോലെ, പിന്നെ എന്തിനാണ് ഗൈനക്കോളജിസ്റ്റ്, ന്യൂറോ സർജൻ, പീഡിയാട്രീഷ്യൻ? മനുഷ്യ ശരീരത്തെ ചികിത്സിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് വിവിധ ഡോക്ടർമാരെ നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹിന്ദുത്വത്തിലെ ദേവതകൾ. നമുക്ക് 9 ദശാകാലങ്ങളുണ്ട്. ആദ്യത്തെ
ചന്ദ്രൻ, ചൊവ്വ, രാഹു, ബുധൻ, വ്യാഴം, ശനി, കേതു, ശുക്രൻ. അങ്ങനെ 9 ദശാകാലങ്ങളുണ്ട്. നമ്മുടെ ദശാകാലങ്ങൾക്കനുസരിച്ച് നമുക്ക് ഗുണദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദേവതയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പരിഹാരം ലഭിക്കും. ഉദാഹരണമായി നമ്മുടെ ആസ്തി ഒന്നൊടിക്കും. നമ്മൾ അസ്ത്രവിദഗ്ധനെയല്ലേ കാണാൻ പോകുന്നത്? അതുപോലെ സൂര്യനാണ് നമുക്ക് നീതനായത്, നമ്മൾ ശിവനെ കാണാൻ പോകും. ചൊവ്വയാണ് നമുക്ക് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും കാണാൻ പോകും. ശനിയാണ് നമുക്ക് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ശനിയെയോ ധർമ്മശാസ്താവിനെയോ കാണാൻ പോകും. അതുപോലെ ചികിത്സയ്ക്ക് വിവിധ ഡോക്ടർമാരെ നിയമിച്ചിരിക്കുന്നത് പോലെ ഭക്തരുടെ അഭിരുചിക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ് നമുക്ക് ഇക്കണ്ട 30 മുക്കോടി ദേവതകളും എന്ന ഹിന്ദു ഇനി മുതൽ ഉത്തരം പറഞ്ഞിരിക്കണം. പിന്നെ നാം ക്ഷേത്രങ്ങൾ പ്രധാനമായും കാണുന്ന ഒന്നാണ് കാവുകൾ. എന്തുകൊണ്ടാണ് നാഗരാജാവിന്റെ പത്നിയെ നാഗയക്ഷി എന്ന് വിളിക്കുന്നത്? രാജാവിന്റെ പത്നിയെ രാജ്ഞി എന്നല്ലേ വിളിക്കേണ്ടത്? നമ്മൾ ഈ സംശയം ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നാഗരാജാവിന്റെ പത്നിയെ നാഗയക്ഷി എന്ന് വിളിക്കുന്നതിന് കാരണം പണ്ട് നാഗരാജാക്കന്മാർ യക്ഷകുലത്തിൽ നിന്നായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. യക്ഷന്റെ പുത്രിയെ സ്വീകരിച്ചത് കൊണ്ടാണ് നാഗരാജാവിന്റെ പത്നിയെ നാഗയക്ഷി എന്ന് വിളിക്കുന്നതിന് കാരണം. എന്താണ് ക്ഷേത്രം? ക്ഷേത്രം നിന്നും രക്ഷിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരിക്കലും വെറും കൈയോടെ പോകരുത്. ദേവനെയോ ദേവിയെയോ ദർശിക്കുന്നതിന് മുൻപ് തിരുമുൽ കാഴ്ച സമർപ്പിക്കണം. പുഷ്പങ്ങൾ, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി, നാണയങ്ങൾ, അങ്ങനെ എന്താണോ നാം കൊണ്ടുവന്നത് അത് ഭഗവാന് സമർപ്പിച്ചതിനു ശേഷം മാത്രം പ്രാർത്ഥിക്കണം. പിന്നെ പലരുടെയെങ്കിലും ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്ന് പറയുന്നത്? ശിവന്റെ മൗലിയിൽ നിന്നൊഴുകുന്ന തീർത്ഥജലം ഗംഗയാണെന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് മറികടക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം. നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രദക്ഷിണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം. ശ്രീകോവിലിന് മുന്നിൽ വണങ്ങി ബലിക്കലിന് പുറത്തുകൂടി പ്രദക്ഷിണം ചെയ്ത് വടക്ക് വശത്തെ കോവിലരികിലെത്തി മുകളിലേക്ക് നോക്കി തൊഴണം. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് ബലിക്കലിന് അകത്തുകൂടി വന്ന് വീണ്ടും വടക്ക് വശത്തെ കോവിലരികിലെത്തി മുകളിലേക്ക് നോക്കി തൊഴണം. ഇങ്ങനെയാണ് പ്രദക്ഷിണം പൂർത്തീകരിക്കേണ്ടത്. പിന്നെ നാം ക്ഷേത്രങ്ങൾ പ്രധാനമായും കാണുന്ന ഒന്നാണ് ബലിക്കല്ലുകൾ. അവയിൽ ചവിട്ടാനും കൈകൾ കൊണ്ട് തൊടാനും മറികടക്കാനും പാടില്ല. കാരണം ക്ഷേത്രദർശനം നടത്തുമ്പോൾ ബലിക്കൽ ചവിട്ടാതെ നോക്കേണ്ടത് ഓരോ ഭക്തന്റെയും കടമയാണ്. ക്ഷേത്രശാസ്ത്രത്തിന്റെ മുഖ്യ ഭാഗമാണ് ബലിക്കല്ലുകൾ. അവയിൽ ചവിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് വീണ്ടും തൊട്ട് നമസ്കരിച്ച് ശിരസിൽ വെക്കരുത്. അത് അതിലും വലിയ പാപമാണ്. ബലിക്കലിൽ ചവിട്ടിയാൽ മാറി നിന്ന് പ്രാർത്ഥിതമായി ക്ഷമാപണ മന്ത്രം ജപിക്കണം. ബലിക്കലിന്റെ പ്രാധാന്യം എന്നാൽ ദൈവവിഗ്രഹത്തിലുള്ള ശക്തി ഒരു കല്ലിൽ നിന്നും മറ്റൊരു ബലിക്കലിലേക്ക് പ്രവഹിക്കും. ഇദ്ദേഹത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തി ഒരു കാരണവശാലും മുറിയുവാൻ പാടില്ല.
അതുകൊണ്ടാണ് ബലിക്കൽ ചവിട്ടരുത് എന്ന ആചാര്യന്മാർ പറയുന്നത്. ഇസ്ലാമിന് ഖുർആൻ പോലെ, ക്രൈസ്തവർക്ക് ബൈബിൾ പോലെ, ഹിന്ദുവിന്റെ ആത്മീയ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമറിയില്ല. രാമായണമാണോ മഹാഭാരതമാണോ ഹിന്ദുവിന്റെ ആത്മീയ ഗ്രന്ഥം എന്ന് പറയുന്നത് വേദമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അങ്ങനെ 4 വേദങ്ങളായി തരം തിരിച്ചിരിക്കുന്നു. സദ്വാക്യങ്ങളുടെയും മന്ത്രങ്ങളുടെയും കലവറയാണ് ഈ 4 വേദങ്ങൾ. അപ്പോൾ ഇനിയെങ്കിലും ഹിന്ദു മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ ആത്മീയ ഗ്രന്ഥം എന്ന് പറയുന്നത് വേദമാണ്. ഇനി നമുക്ക് ത്രിമൂർത്തി സങ്കല്പങ്ങളെ കുറിച്ചറിയാം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെയാണ് നാം ത്രിമൂർത്തികളായി ആരാധിക്കുന്നത്. ബ്രഹ്മാവ് മനസ്സും, വിഷ്ണു ബുദ്ധിയും, ശിവൻ ബോധവും എന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് ബ്രഹ്മാവിനെ കുറിച്ചറിയാം. ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മാവ് നമ്മുടെ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. എല്ലാ സൃഷ്ടിയും ആദ്യം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണല്ലോ. ഉദാഹരണമായി, ഞാനൊരു വീടുണ്ടാക്കുന്നു എന്നിരിക്കട്ടെ. ആദ്യം ആ വീട് എങ്ങനെയായിരിക്കണമെന്ന് എന്റെ മനസ്സാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടി എന്ന് പറയുന്നത് മനസ്സാണ്. ബ്രഹ്മാവിന് 4 തലകളുള്ളത് സൃഷ്ടിക്ക് ദിക്കുകളോ അതിരുകളോ ഇല്ല. എല്ലായിടത്തും സൃഷ്ടി നടക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. സൃഷ്ടി ബ്രഹ്മാവാണെങ്കിൽ സ്ഥിതിയാണ് വിഷ്ണു, അഥവാ നിലനിൽപ്പ്. ഈ സമൂഹത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ്. അതെ, വിഷ്ണു ബുദ്ധിയാണ്. ഒരുപാട് ജോലികൾ ഒന്നിച്ച് പറയുമ്പോൾ നാം ചോദിക്കാറില്ലേ, എനിക്കെന്താ 4 കൈകളുണ്ടോ എന്ന്? നിലനിൽപ്പ് കർമാധിഷ്ഠിതമാണ്. വിഷ്ണുവിന്റെ 4 കൈകൾ നിലനിൽപ്പിനാവശ്യമായ കർമ്മനിരതയെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ത്രിമൂർത്തികൾ മൂന്നാമനായ പരമശിവനെ കുറിച്ചറിയാം. ഭൗതിക സുഖങ്ങളിൽ നിന്നും വേറിട്ട പരമാത്മബോധമാണ് പരമശിവൻ. സംഹാരമൂർത്തി എന്ന് പറയാറുണ്ട്. നമ്മുടെ ഭൗതിക സുഖലോകമോഹങ്ങളെ സംഹരിക്കുമ്പോഴാണ് പരമാത്മബോധം ഉണ്ടാകുന്നത്. പഞ്ചഭൂതങ്ങളെയും പ്രതിനിധീകരിച്ചാണ് ശിവന്റെ ശരീരത്തെ ഋഷിവര്യന്മാർ വർണ്ണിച്ചിരിക്കുന്നത്. ശിവന്റെ ചന്ദ്രക്കല ആകാശത്തെയും തലയിൽ നിന്നൊഴുകുന്ന ഗംഗാനദി ജലത്തെയും, തൃക്കണ്ണ് അഗ്നിയെയും, കാറ്റിലാടുന്ന ജട വായുവിനെയും, കഴുത്തിലും കയ്യിലും ഇരിക്കുന്ന ഉരകങ്ങൾ ഭൂമിയെയും പ്രതിനിധീകരിക്കുന്നു. ഇനി നമുക്ക് ത്രിമൂർത്തികളുടെ പത്നിമാരെ കുറിച്ചറിയാം. സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന്റെ പത്നിയാണ് സരസ്വതി. സരസ്വതി ദേവി അറിവിന്റെ ദേവതയാണ്. അറിവാണ് സൃഷ്ടിയുടെ ഭാര്യ. അറിവില്ലാതെ സൃഷ്ടി ഉണ്ടാകില്ല. വിഷ്ണുവിന്റെ ഭാര്യയാണ് ലക്ഷ്മി. വിഷ്ണു ബുദ്ധിയും ലക്ഷ്മി ധനവുമാണ്. നിലനിൽപ്പിന് പണം അത്യാവശ്യമാണ്. ബുദ്ധിയുള്ളവന്റെ കൂടെ ലക്ഷ്മി ഉണ്ടാവുകയുള്ളൂ. പരമശിവന്റെ പത്നിയാണ് പാർവതി. പാർവതി ദേവി സർവ ഐശ്വര്യത്തിന്റെ ദേവിയാണ്. ലൗകിക സുഖങ്ങളെ സംഹരിച്ച് പരമാത്മബോധത്തിലെത്തിയ ഒരാൾക്ക് സർവ ഐശ്വര്യവും ഉണ്ടാകുന്നു. പരമശിവനെ മാത്രം നാം കുടുംബസമേതം ആരാധിക്കുന്നു. ശിവപാർവതിമാരുടെ മക്കളായ മുരുകനെയും ഗണേശനെയും നാം ആരാധിക്കുന്നു. ഇതിനു പിന്നിൽ ഒരു തത്വമുണ്ട്.
ഗണപതി ഭഗവാൻ സിദ്ധിയെ സൂചിപ്പിക്കുന്നു. സിദ്ധി വിനായകനെന്നും അറിയപ്പെടുന്നു. എന്നാൽ മുരുകനാകട്ടെ പരമായ ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. ജ്ഞാനപ്പഴം നീയേ മുരുക എന്ന് കേട്ടിട്ടില്ലേ? അതായത് പരമാത്മ ബോധത്തിലെത്തിയ ഒരാൾക്ക് അഥവാ പരമേശ്വരയിലെത്തിയ ഒരാൾക്ക് സർവ ഐശ്വര്യവും ജ്ഞാനവും സിദ്ധിയും ഉണ്ടാകുന്നു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് കഴിവുവരനായ ശ്രീ അയ്യപ്പ സ്വാമിയെ കുറിച്ചറിയാം. കേരളത്തിലും ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആരാധിക്കപ്പെടുന്ന ഭഗവാനാണ് ശ്രീ അയ്യപ്പൻ അഥവാ ശ്രീ ധർമ്മശാസ്താവ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഹരിഹരപുത്രനായ ശ്രീ ധർമ്മശാസ്താവിന്റെ അവതാരമാണ് അയ്യപ്പൻ. അയ്യൻ, മണികണ്ഠൻ, അയ്യനാർ, ഭൂതനാഥൻ, വില്ലാളി വീരൻ, ശബരിഗിരീശൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും അയ്യോ എന്ന് വിളിക്കുന്നതും അയ്യപ്പനെ തന്നെയാണ്. പന്തളത്ത് രാജകുമാരനായ അയ്യപ്പൻ ശബരിമലയിലെ ശാസ്താവിൽ ലയിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അയ്യപ്പൻ തന്റെ ജീവിതകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ദശകളിലൂടെ ആരാധിക്കുന്ന 5 ക്ഷേത്രങ്ങളാണ് പഞ്ചശാസ്താ ക്ഷേത്രങ്ങൾ. ശബരിമല, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, കാന്തമല എന്നിവയാണ് ഈ 5 ക്ഷേത്രങ്ങൾ. കുളത്തൂപ്പുഴയിൽ കുട്ടിയായിരിക്കുന്ന അയ്യപ്പനെയാണ് ആരാധിക്കപ്പെടുന്നത്. അച്ചൻകോവിൽ ഭാര്യമാരായ പൂർണ്ണയുടെയും പുഷ്കലയുടെയും കൂടെ ഇരിക്കുന്ന ശാസ്താവ്. ആര്യങ്കാവ് കുമാരനായി ശബരിമലയിൽ താമസം ചെയ്യുന്ന സന്യാസിയുടെ ഭാവത്തിൽ ആരാധിക്കപ്പെടുന്നു. കാന്തമല ശബരിമല ക്ഷേത്ര സമീപത്തുള്ള വനത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കലിയുഗവരദനായും ശ്രീ അയ്യപ്പ സ്വാമിയായും ഹരിഹരപുത്രനും അറിയപ്പെടുന്ന ആ കാനനവാസന്റെ മഹിമകൾ നമുക്കറിയാം. എന്നാൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആ ചോദ്യം ഇതാണ്: ശ്രീ ധർമ്മശാസ്ത്ര അയ്യപ്പ സ്വാമിയും ഒന്നാണോ? ഈ ചോദ്യത്തിൽ ലളിതമായ ഉത്തരം നമുക്ക് കണ്ടേതാ. മഹാവിഷ്ണുവും ശ്രീകൃഷ്ണനും ഒന്നാണോ? മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ ഏറ്റവും പൂർണ്ണമായ അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം. മഹാവിഷ്ണുവിന്റെ പത്നി ലക്ഷ്മി ദേവിയാണ്. എന്നാൽ ശ്രീകൃഷ്ണ പത്നിമാർ രുക്മിണിയും സത്യഭാമയും. എന്നാൽ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് വിശ്വരൂപം കാണിച്ച താൻ മഹാവിഷ്ണുവും ഒന്നു തന്നെയെന്ന് ശ്രീകൃഷ്ണൻ തെളിയിച്ചു. ഈ ഒരു തത്വമാണ് ശ്രീ ധർമ്മശാസ്താവിനും അയ്യപ്പ സ്വാമിക്കും ഇടയിൽ നാം ദർശിക്കേണ്ടത്. അസുരന്മാരിൽ നിന്നും അമൃത് വീണ്ടെടുക്കാനായി മോഹിനി രൂപം ധരിച്ച വിഷ്ണു ഭവിച്ച പരമശിവന് ആ വിഷ്ണുമായി പിറന്ന പുത്രനാണ് ശാസ്താവ് എന്ന് സ്കന്ദപുരാണത്തിലും ഭാഗവതത്തിലും പറയുന്നു. എന്നാൽ ആ ശാസ്താവ് ബ്രഹ്മചാരിയല്ല. പൂർണ്ണ, പുഷ്കല എന്നീ 2 ഭാര്യമാരും സത്യകൻ എന്നൊരു പുത്രനും ശാസ്താവിനുണ്ട്. എന്നാൽ ആ ശാസ്താവിന് അവതാരമാണ് അയ്യപ്പൻ. പന്തള രാജാവിന്റെ വളർത്തുമകനും വില്ലാളി വീരനും അസാമാന്യ ശക്തികൾക്ക് ഉടമയും ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി എന്നും നിലകൊള്ളുകയും ചെയ്ത ആ ധീര യുവാവ് കൊല്ലവർഷം 300-നടുത്ത് ജീവിച്ചിരുന്നു എന്ന് ചരിത്ര ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ശാസ്താവിന്റെ സൗകര്യവും വീരവും അയ്യപ്പൻ ദർശിച്ച ജനങ്ങൾ അയ്യപ്പനെ ശാസ്താവിന്റെ അവതാര പുരുഷനായി കണ്ടു. ഒടുവിൽ
അയ്യപ്പൻ ശബരിമലയിലെ ആ ക്ഷേത്രത്തിൽ സമാധിയായി. അങ്ങനെ ആ അയ്യപ്പ ചൈതന്യം ശാസ്താവിന്റെ ചൈതന്യവുമായി വിലയിച്ചു. അതാണ് ശബരിമലയിലെ മണിമണ്ഡപം എന്ന് അറിയപ്പെടുന്നത്. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് എപ്രകാരം ശ്രീകൃഷ്ണൻ താൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരം തന്നെയെന്ന് തെളിയിച്ചുവോ, അതുപോലെ അയ്യപ്പസ്വാമി ശബരിമലയിൽ ആ ക്ഷേത്രത്തിൽ കൊടുക്കൊണ്ട താൻ ധർമ്മശാസ്താവിന്റെ പൂർണ്ണ അവതാരം തന്നെയെന്ന് നമുക്ക് കാണിച്ചു തന്നു. അന്നു മുതൽ ഈ കലിയുഗം എന്ന് അവസാനിക്കുന്നുവോ അന്ന് വരെയും അയ്യപ്പസ്വാമി ഓരോ ഭക്തന്റെയും ഹൃദയമാവുന്ന ശ്രീകോൾ ആശ്രമത്സരനായും ആവത്മാധവനായും കലിക വൈദ്യനായും നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ വസിക്കുന്നു. ഇനി നമുക്ക് ശബരിമല ക്ഷേത്ര ഐതിഹ്യത്തെ കുറിച്ചറിയാം. ശബരിമലയിൽ പൊന്നു18 മണിയുടെ ഐതിഹ്യം എന്നാൽ ആദ്യത്തെ 5 മണികൾ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, വായ എന്നിവയെയും അടുത്ത 8 മണികൾ അഷ്ടരാഗങ്ങൾ അഥവാ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, അഹങ്കാരം, അസൂയ എന്നിവയെ അടുത്ത 3 പടികൾ ത്രിഗുണങ്ങളായ സത്വ, രജ, തമോ ഗുണങ്ങളെയും അവസാനത്തെ 2 പടികൾ വിദ്യയെയും അവിദ്യയെയും പ്രതിനിധീകരിക്കുന്നു. ഈ 18 പടിയും കടന്ന് മുകളിലേക്ക് ചെന്നാൽ പൊന്നയ്യനെ അറിയാനാകും. ഇനി ശബരിമല അയ്യപ്പന് നേരെ ഒന്ന് പോകുന്നതിന് പിന്നിലുള്ള ഐതിഹ്യത്തെ കുറിച്ചറിയാം. ശബരിമല ദർശനത്തിന് പോകുന്ന ഭക്തരുടെ ഇരുമുടിക്കെട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അയ്യപ്പന് സമർപ്പിക്കുന്ന നെയ്ത്തേങ്ങ. തേങ്ങയുടെ പുറന്തോട് മനുഷ്യന്റെ ഭൗതിക ശരീരത്തെ പ്രതിനിധീകരിക്കുന്നു. തേങ്ങ നിൽക്കുന്ന നെയ്യ് നമ്മുടെ ശരീരത്തിനുള്ളിലെ ജീവനെ പ്രതിനിധീകരിക്കുന്നു. ഈ തേങ്ങ നിൽക്കുന്ന നെയ്യ് ഭഗവാൻ അയ്യപ്പന് നെയ്യഭിഷേകം ചെയ്യാനുള്ള വഴിപാടായി സമർപ്പിക്കുന്നു. കൂടാതെ ആ തേങ്ങ ശ്രീകോവിലിന് സമീപത്തുള്ള അഗ്നിയിലേക്ക് ഇടുന്നു. ഇതിനർത്ഥം ഭഗവാനെ അയ്യപ്പ, ഞാൻ എന്റെ ജീവൻ നിന്റെ പാദങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു, എന്റെ ശരീരം കത്തുന്ന അഗ്നിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇനി മുതൽ എന്റെ സന്തോഷവും ദുഃഖവും ജീവിതവും നീ പരിപാലിക്കണമേ എന്നതാണ് നേരത്തെ കൊണ്ട് പോകുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം. ഇനി നമ്മൾ 40 ദിവസത്തെ വ്രതമെടുത്ത് കറുപ്പ് വസ്ത്രം ധരിച്ച് ശബരിമലയിൽ പോകുന്നതിന് പിന്നിലുള്ള ഐതിഹ്യത്തെ കുറിച്ചറിയാം. ഒരിക്കൽ ഒരു ഭക്തനെ പിടിക്കാൻ ചെന്ന ശനിയെ തടഞ്ഞ അയ്യപ്പൻ ചോദിച്ചു, എന്റെ ഭക്തനെ എന്തിനു നീ ഉപദ്രവിക്കുന്നു? ഇതിന് മറുപടിയായി ശനി പറഞ്ഞു, 7 ശനികാലം വരുമ്പോൾ ഞാൻ ആരെയും പിടിക്കും, അവർക്ക് അവരുടെ കർമ്മത്തിന്റെ ഫലം നൽകും, അതാണ് എന്റെ ധർമ്മം. ഇതിന് മറുപടിയായി അയ്യപ്പൻ പറഞ്ഞു, ഇനി നീ കൊടുക്കാൻ പോകുന്ന ശിക്ഷകൾ എന്നോട് പറയൂ, ഞാനൊരു മണ്ഡലകാലത്തിൽ അവർ അനുഭവിക്കുന്ന രീതിയിൽ വ്രതമായി നൽകാം. ഞാൻ കൊടുക്കുന്ന ശിക്ഷകൾ എങ്ങനെ ഒരു മണ്ഡലകാലത്തുള്ളിൽ മുഴുവൻ കൊടുത്തു തീർക്കാൻ കഴിയും എന്ന സംശയത്തോടെ ശനിദേവൻ ചോദിച്ചു. ഇത് കേട്ട അയ്യപ്പസ്വാമി ശനിദേവനോട് മണ്ഡലകാല വ്രതത്തിന്റെ യഥാർത്ഥ മഹാത്മ്യം വെളിപ്പെടുത്തി. എന്റെ ഭക്തർ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് തൃപ്തി അടയും, വെറും തറയിലോ പായയിലോ കിടന്നുറങ്ങും, സുഖസൗകര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കും, കഠിനമായ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കും, താടിയും മുടിയും പഠിച്ച് മൂടി കാണിക്കാതെ ലളിതമായ വേഷം ധരിച്ച് അഹങ്കാരം വെടിഞ്ഞു വരും. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട കറുപ്പ് വസ്ത്രം അവർക്ക് ഭക്തിയുടെ നിഴലായും പരിത്യാഗത്തിന്റെ അടയാളമായി മാറും.
കാടും മലകളും കടന്ന് പാദരക്ഷകൾ പോലും ഉപേക്ഷിച്ച് നമ്മെ ദർശിക്കാൻ വരും. അതിരാവിലെയും വൈകുന്നേരവും തണുത്ത ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹസുഖം ഉപേക്ഷിച്ച് എല്ലാവരും സ്വാമി എന്ന് വിളി സ്വീകരിച്ച ഈശ്വരനായി ജീവിക്കും. 7.5 വർഷം കൊണ്ട് അങ്ങ് പതിയെ നൽകാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും അവർ ഈ 40 ദിവസം കൊണ്ട് മുഴുവൻ അനുഭവിച്ചു തീർക്കും. ഇത് കേട്ട് ശരീശൻ സന്തോഷനായി പറഞ്ഞു, ഈ വ്രതം ശ്രദ്ധയോടും സത്യസന്ധമായും അനുഷ്ഠിക്കുന്നവരുടെ മേൽ എന്റെ ദൃഷ്ടി പതിക്കുകയില്ല. പകരം ഞാൻ അവരെ മനസ്സാക്കി അനുഗ്രഹിക്കും. അന്നു മുതൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നേടിയ ഭക്തർക്ക് ശൽദോഷത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദേവിമാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.